അക്ഷരനഗരിയിൽ ആവേശമണപൊട്ടി തിരുനക്കരപ്പൂരം. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പകൽപൂരം കാണാൻ ഇത്തവണയും പതിനായിരങ്ങളാണ് എത്തിയത്. തലയെടുപ്പുള്ള ഗജവീരന്മാരും പെരുവനത്തിന്റെ പഞ്ചാരിമേളവും പൂരാവേശത്തിന് മിഴിവേകി. ആളും ആരവവും ആനയും മേളവും തീർത്ത പൂരലഹരിയിൽ ആറാടി അക്ഷരനഗരി. ആനപ്രേമികളും പൂരപ്രേമികളും ഒത്തുചേർന്ന കോട്ടയം തിരുനക്കര പകൽപൂരത്തിൽ ആവേശം ആകാശം തൊട്ടു. മീനമാസത്തിലെ സൂര്യൻ വടക്ക് ചാഞ്ഞ് പടിഞ്ഞാറേക്ക് നീങ്ങി തുടങ്ങിയതിന് പിന്നാലെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവാതിൽ കടന്ന് ഗജവീരന്മാർ ഓരോന്നായി പൂരപ്പറമ്പിലേക്ക് ഇറങ്ങി. മീനച്ചൂടിനെ വകവയ്ക്കാതെ കാത്തുനിന്ന പുരുഷാരത്തിന്റെ ആർപ്പുവിളികൾ അന്തരീക്ഷത്തിൽ അലയടിച്ചു. കൊമ്പന്മാർ തുമ്പിക്കൈ ഉയർത്തി ജനസാഗരത്തെ പൂരക്കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്തു. ഇരു ചേരുവാരങ്ങളിലായി 22 ഗജവീരന്മാർ അണിനിരന്നു. പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തൃക്കടവൂർ ശിവരാജു തിരുനക്കരയപ്പന്റെയും കിഴക്കൻ ചേരുവാരത്തിൽ പാമ്പാടി രാജൻ ദേവിയുടെയും തിടമ്പേറ്റി. തന്ത്രി താഴ്മൺമഠം കണ്ഠരര് മോഹനര് ഭദ്രദീപം തെളിയിച്ചതോടെ പൂരസമാരംഭമായി. ആവേശത്തീയിൽ അഗ്നി പകർന്ന് പെരുവനം കുട്ടന്മാരാരും 111 കലാകാരന്മാരും ചേർന്നൊരുക്കിയ മേളപ്രപഞ്ചം. തൃശൂർ പൂരത്തിന്റെ തന്നെ തനിപ്പകർപ്പായ തിരുനക്കര പകൽപൂരത്തിൽ ആനച്ചമയങ്ങൾ ഒരുക്കിയത് പാറമേക്കാവ് ദേവസ്വമാണ്. 1.5 പതിറ്റാണ്ട് പിന്നിടുന്ന തിരുനക്കര പൂരത്തിന് ഇത്തവണയും പതിനായിരങ്ങൾ ഒഴുകിയെത്തി. കരിവീരന്മാരുടെ പുറത്തെഴുന്നള്ളിയ ദേവീദേവന്മാരെ കണ്ടുവണങ്ങി ആളുമാരവും താളമേള വിസ്മയവും ആസ്വദിച്ചു മടങ്ങുമ്പോൾ മുതൽ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ജനസഹസ്രങ്ങൾ. അമൃത ന്യൂസ്, കോട്ടയം.